ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ, എൻ്റെ മോളുടെ 5th ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. മെയ് 21 ആയിരുന്നു കേട്ടോ മോളുടെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് വൈകുന്നേരം സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജോലി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ചൊവ്വാഴ്ചയുടെ മുന്നത്തെ വെള്ളിയാഴ്ചയായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ അതിന് 2 ദിവസം മുന്നേ കേക്ക് ഓർഡർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യൂണിക്കോൺ തീമിലുള്ള കേക്ക് വേണമെന്ന് അവൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ബർത്ത്ഡേ സെറ്റ് ഉണ്ടല്ലോ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത്. അപ്പം അത് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് യൂണിക്കോണിൻ്റെ ആയിരുന്നു. അപ്പം ആ ഒരു സ്ക്വയർ കേക്കില്ലേ, ആ കേക്ക് യൂണിക്കോണിൻ്റെ ഷേപ്പിൽ ചെയ്യാം എന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മീൻസ് ഷേപ്പിലല്ല, യൂണിക്കോണിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പിന്നെ കുറേ ഫോട്ടോസും ഒക്കെ കാണിച്ചു തന്നു, വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ബുക്കിനൊന്നുമല്ല കേട്ടോ സെലക്ട് ചെയ്തത്. നമ്മൾ ഒരു യൂണിക്കോണിൻ്റെ ഫോട്ടോ തന്നെ അവർക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക ചെയ്തത്. പിന്നെ ഇവിടുന്ന് കുറച്ച് പ്ലേറ്റും സ്പൂണൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു വെട്ടിയേക്ക് കണ്ടപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റ്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് വേണമായിരുന്നു ബർത്ത്ഡേയുടെ അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ചെറിയൊരു ബോക്സല്ല, ആ എക്ലെയറിൻ്റെ സെറ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ എടുത്ത് ബില്ല് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ വെള്ളിയാഴ്ചയായിട്ടാണ് വീഡിയോ എടുത്തത്, ഡെക്കറേഷൻ്റെ സമയത്ത് എടുത്തതാണ്. അപ്പം ഈ ഒരു ബലൂണിൻ്റെ സെറ്റ് ഞാൻ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ആ ഒരു ബാനറില്ലേ, അതും ആ യൂണിക്കോണിൻ്റെ ബാനറും പിന്നെ ഒരു ടേബിൾ മാറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ആ ഒരു സ്റ്റാർ ഷേപ്പിൻ്റെ പോലെയുള്ള വേറൊരു ബലൂൺ ഉണ്ടായിരുന്നു കേട്ടോ, കറക്റ്റ് യൂണിക്കോണിൻ്റെ ഷേപ്പായിട്ടുള്ളത്. അത് ഞങ്ങൾ വീർപ്പിച്ചപ്പോൾ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ചെറിയ രീതിയിലുള്ളൊരു ഡെക്കറേഷനാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടാണ് കേട്ടോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒരു 7:30-8 മണി ആ ഒരു ടൈമോട് കൂടിയിട്ടാട്ടോ നമ്മൾ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേരൊന്നുമില്ല, നമ്മുടെ 2-3 ഫ്രണ്ട്സ് പിന്നെ അവരുടെ ഫാമിലി മാത്രം. അപ്പം ഞാൻ ആ ഒരു ടൈമായപ്പോൾ മോളെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കുന്നുണ്ടായിരുന്നു. വെറുതെ മുടി ഒന്ന് ഹെയർ ബാൻഡ് വെച്ചു, പിന്നെ ഒന്ന് കണ്ണെഴുതി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ റെഡിയായി കഴിഞ്ഞപ്പോൾ അവിടെ അകത്ത് ഡെക്കറേഷൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ എടുക്കൽ ഭയങ്കര ഒരു പണിയാട്ടോ, നിന്ന് തരുന്നേ ഇല്ല. നമ്മൾ കുറേ എടുത്താലേ നമുക്കൊരു നല്ല ഫോട്ടോ കിട്ടുള്ളൂ. പിന്നെ കുറേ ആകുമ്പോഴേക്കും മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി തുടങ്ങും. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ മോനും അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട്, അപ്പോൾ അവൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഗ്രീൻ കളറിൽ ഉള്ള ഡ്രസ്സുകളായിരുന്നു കേട്ടോ എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഡാർക്ക് ഗ്രീൻ അല്ല, ഒരു പിസ്ത കളറ്, അങ്ങനത്തെ ഒരു ഗ്രീൻ പോലത്തെ. അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. പിന്നെ പതുക്കെ ടേബിളൊക്കെ പിടിച്ചിട്ടിട്ട് മാറ്റൊക്കെ വിരിച്ചു. അപ്പം ഓൾമോസ്റ്റ് അവർ എത്തേണ്ട ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം
പതുക്കെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് പറയാട്ടോ ചെയ്തത്, അതുകൊണ്ട് പിന്നെ ആ ഒരു പണി ഉണ്ടായിരുന്നില്ല. പിന്നെ ടേബിളുമ്മേ ഞാൻ 2-3 ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഗ്ലാസ്സൊക്കെ മോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ അത് വെറുതെ ഒരു ഭംഗിക്ക് വെച്ചെന്നുള്ളൂ. പിന്നെ ഞാൻ വേറെ പ്ലേറ്റോ അങ്ങനെ എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും വെക്കാനായിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴായിട്ട് ഞാൻ ആലോചിച്ചത് അത് വെച്ചിട്ടില്ല എന്നുള്ളത്. അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും എത്തി. അപ്പോൾ പതുക്കെ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുക. അങ്ങനെ അപ്പോൾ 5 വയസ്സായി മോൾക്ക് ഇപ്പോൾ മെയ് 21-ാം തീയതിക്ക്. അങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്തു. കാരണം 2-3 പേർക്കൊക്കെ പിറ്റേ ദിവസം ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കേക്ക് കട്ടിങ്ങാണ്. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കേക്ക് കഴിക്കലും ഒക്കെ ആട്ടോ. അപ്പോൾ ഞാൻ ബർത്ത്ഡേയുടെ കട്ടിങ്ങിൻ്റെ സമയത്ത് വേറെ മ്യൂസിക്കൊന്നും ആഡ് ചെയ്തിട്ടില്ല. കോപ്പിറൈറ്റ് വരുമോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കലാട്ടോ. അപ്പോൾ ബിരിയാണി ആട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിരിയാണി, ചിക്കൻ ബിരിയാണി. പിന്നെ അതിൻ്റെ കൂടെ നോർമലായിട്ട് കിട്ടുന്ന സാലഡ്, അച്ചാർ, പപ്പടം, അങ്ങനെയുള്ള ഐറ്റംസ്. അപ്പോൾ ഫുഡ് നമ്മളിവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് പറഞ്ഞതാട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഒരു ഫാമിലി നടത്തുന്ന റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ നമ്മൾ ശരിക്കും വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഉള്ളൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡിന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈ ഫുഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യണ സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയിട്ടാണ്. എന്നിട്ട് ഒട്ടുമിക്ക ആൾക്കാർ കഴിച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വീഡിയോ എടുത്ത്. അതുകൊണ്ടാട്ടോ ഈ പാത്രം ഇങ്ങനെ കാലിയായിട്ടിരിക്കുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞ് അവരെല്ലാവരും പോയിട്ടാണ്. കാരണം 1-2 പേർക്കൊക്കെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അധിക സമയം അവർ ഇരുന്നിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഐസു എല്ലാ കവറുകളും അകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ ടോയ്സിൻ്റെ കവറാണ് കേട്ടോ ആദ്യം അവൾ പൊട്ടിക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് ടോയ്സ് കാണുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ ഡ്രസ്സൊക്കെ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ടോയ്സ് കിട്ടിയത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഇത് ക്ലേ ആണ് കളിക്കുന്ന ക്ലേ ഇല്ലേ, അതാണ് കേട്ടോ ഇത്. ഇത് നമ്മള് ഡാർക്ക് ഗ്രീനിൽ കിട്ടിയതാട്ടോ. മൂടിയോടെ ഇത് ഡക്ക് ഷേപ്പില് തുറന്നേ അജു
അപ്പോൾ ആ 2 ഗിഫ്റ്റാണ് കേട്ടോ ടോയ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കിട്ടിയത് എല്ലാ ഗിഫ്റ്റുകളും ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇവിടെ ഇരുന്നിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഉടുപ്പില്ലേ, ഇത് സെയിം 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരെണ്ണം എൻ്റെ അനിയനൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രണ്ട് എടുത്തതും ഇതേ സെയിം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് ഞാനും ഒരെണ്ണം കൊണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഫ്രണ്ട് എടുത്തുന്ന ഡ്രസ്സാണ്. അപ്പോൾ അവൾ ബർത്ത്ഡേക്ക് ഇട്ടുണ്ടായിരുന്നത് ഈ ഡ്രസ്സായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ഞങ്ങൾ ഒരു സ്കേറ്റിംഗ് ഷൂ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലുലുന്ന് വാങ്ങിച്ചതാട്ടാ. അപ്പോൾ കുറേ നാളായിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു ആ സ്കേറ്റിംഗ് ഷൂ വേണമെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ പേടിയായിട്ടായിരുന്നു വാങ്ങിച്ചു കൊടുക്കാണ്ടിരുന്നത്, എങ്ങാനും വീഴ് എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്രാവശ്യം അത് വാങ്ങിച്ചു കൊടുത്തു. ഇനി എൻ്റെ ഹെൽമെറ്റും ബാക്കി ആക്സസറീസൊക്കെ വാങ്ങിക്കണം. ജസ്റ്റ് ഷൂ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അവളും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് എഴുതുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.